പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ വാർത്താ ദിനം ആരംഭിക്കുന്നത്. മുൻ പ്രധാനമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി സംസ്കാരം നാളെ ഡൽഹിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. ഇന്നലെ രാത്രി ഡൽഹിയിലെ വസതിയിൽ കുഴഞ്ഞുവീണ അദ്ദേഹത്തെ എയിംസിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂടുതൽ വിവരങ്ങളുമായി വൃന്ദ ഗോവിന്ദ് ചേരുന്നുണ്ട്. വൃന്ദ, തുടർച്ചയായി 10 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക്, സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തേകിയ ഭരണാധികാരിയാണ് വിടവാങ്ങിയിരിക്കുന്നത്. എപ്പോഴായിരുന്നു അന്ത്യം? കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും സാമ്പത്തിക നയത്തിന്റെ സൂത്രധാരൻ ഇന്നലെയാണ് വിടവാങ്ങിയത്. ഇന്ത്യയുടെ സാമ്പത്തിക നയത്തിൽ ഏറെ നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തി തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ ഇന്ത്യയെ സംബന്ധിച്ച ഒരു തീരാ നഷ്ടം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 8:30 അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് അദ്ദേഹത്തെ ഇന്നലെ എയിംസിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്നലെ കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് അദ്ദേഹത്തെ എയിംസിൽ ഇന്നലെ രാത്രി 8:30 തന്നെ അദ്ദേഹത്തെ എത്തിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ ഈ മരുന്നുകളോടൊന്നും പ്രതികരിക്കാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏറെ ഇദ്ദേഹം ആശുപത്രിയിലായതോടുകൂടി തന്നെ ഏറെ അഭ്യൂഹങ്ങൾ പരക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നിട്ട് പോലും എയിംസിലെ ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ശ്രമങ്ങളെല്ലാം ഈ ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഏകദേശം നിർഭാഗ്യവശാൽ ഒരു 9:50 തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യം എയിംസ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയായിരുന്നു. കുഴഞ്ഞു വീണതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂടാതെ തന്നെ അതിനുശേഷം രാത്രി 1 മണിയോടെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിക്കുന്നു. നിരവധി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി ആളുകളാണ് അദ്ദേഹത്തെ കാണാൻ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിലും എത്തിച്ചേർന്നത്. ഇന്നലെ രാത്രിയോട് കൂടി തന്നെ നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാൻ അവിടെ എത്തിച്ചേർന്നിരുന്നു. പുലർച്ചെ ദില്ലിയിലെത്തിയ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ വീട്ടിലെത്തി ആദരമർപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഡൽഹിയിലുള്ള സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആദ്യം ആശുപത്രിയിലെത്തിയും പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയും അനുശോചനം രേഖപ്പെടുത്തുന്ന ഇതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് അദ്ദേഹത്തെ അനുശോചിച്ച് വീട്ടിലും എത്തിയിരിക്കുന്നത്. ഇന്ന് വീട്ടിൽ പൊതുദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ 11 മണിയോടെ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരും. അപ്പോൾ മാത്രമേ നമുക്ക് എപ്പോഴാണ് സംസ്കാരത്തിൻ്റെ സമയം, എവിടെയാണ് സംസ്കരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലാണ്, കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് നമുക്ക് അറിയാൻ സാധിക്കുക. കൂടാതെ തന്നെ ഈ മുൻ പ്രധാനമന്ത്രിമാരുടെ സമാധി സ്ഥലങ്ങളിലാണോ ഇദ്ദേഹത്തിനുള്ള അന്ത്യവിശ്രമം ഒരുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് നമുക്ക് അറിയാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ഈ പാർട്ടി തലത്തിലുള്ള പരിപാടികൾ എപ്പോഴായിരിക്കും എന്നുള്ള കാര്യത്തിലെല്ലാം ഉള്ള ഒരു തീരുമാനം ഇന്ന് ഉണ്ടാകും. ഏതായാലും ഇന്ന് പാർട്ടി തലത്തിലുള്ള പരിപാടികൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുക. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പൊതുദർശനത്തിനുള്ള സൗകര്യമായിരിക്കും ഇന്ന് ഉണ്ടാവുക. ഈ AICC ആസ്ഥാനത്തടക്കം പൊതുദർശനം ഉണ്ടാകുന്ന കാര്യത്തിലുള്ള തീരുമാനങ്ങൾ ഇന്നത്തെ ഈ ഒരു കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് നമുക്ക് അറിയാൻ സാധിക്കുക. AICC ആസ്ഥാനത്തെ പൊതുദർശനം നാളെയായിരിക്കും. ശേഷമായിരിക്കും ഈ അന്ത്യയാത്ര അടക്കമുള്ള മറ്റ് ചടങ്ങുകൾ, സംസ്കാര ചടങ്ങുകൾ എല്ലാം നമുക്ക് അറിയാൻ സാധിക്കുക. ഈ നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ഈ അനുശോചനം അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തിയിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും സമുന്നതനായ നേതാക്കളിൽ ഒരാളായ മൻമോഹൻ സിംഗിൻ്റെ വേർപാടിൽ ഇന്ത്യ ഏറെ ദുഃഖിക്കുന്നു. ഈ എളിയ സ്ഥാനത്ത് നിന്ന് ഉയർന്നു വന്ന അദ്ദേഹം ഏറെ ബഹുമാനിക്കപ്പെടുന്ന ഒരു സാമ്പത്തിക വിദഗ്ധനായി മുന്നേറി. ധനമന്ത്രി ഉൾപ്പെടെ വിവിധ ഭരണ പദവികൾ സേവനമനുഷ്ഠിച്ചു. രാജ്യത്തിൻ്റെ സാമ്പത്തിക നയത്തിൽ ശക്തമായ മുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് മൻമോഹൻ സിംഗ് എന്നും അടക്കമുള്ള കാര്യങ്ങൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അദ്ദേഹം വിപുലമായ ശ്രമങ്ങൾ നടത്തി എന്നും മോദി എക്സിൽ കുറിച്ചു. നമുക്കറിയാം, നിരവധി സാമ്പത്തിക നയങ്ങളടക്കം ഇന്ത്യക്ക് വേണ്ടി സമ്മാനിച്ച
സംഭാവന ചെയ്തിട്ടുള്ള മുൻ പ്രധാന മന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഇത്തരത്തിലാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അനുശോചിച്ചിരിക്കുന്നത്. നമുക്ക് നേരത്തെയും ഈ സഭകളിലെല്ലാം അദ്ദേഹം വീൽ ചെയറിലെത്തിയ ഒരു കാഴ്ച തന്നെ നമ്മൾ നേരത്തെയും കണ്ടതാണ്. അത്തരത്തിൽ ആ ഒരു സന്ദർഭത്തിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അദ്ദേഹത്തെ ഏറെ പുകഴ്ത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തോടെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് ദീർഘദർശിയായ ഒരു രാഷ്ട്രതന്ത്രജ്ഞനെയും സമാനതകളില്ലാത്ത ഒരു സാമ്പത്തിക വിദഗ്ധനെയുമാണ് എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അനുശോചിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തന കാലം മുതൽ കൂടെയുണ്ടായിരുന്ന മുതിർന്ന നേതാവിനെയാണ് നഷ്ടമായത്. വാക്കുകൾക്ക് അതീതമായി പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് എന്നതടക്കമാണ് ഈ കോൺഗ്രസ് നേതാവ് മല്ലികാർജുൻ ഖാർഗെ അടക്കം അദ്ദേഹത്തെ അനുശോചിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലേക്ക് വരുമ്പോൾ വലിയൊരു തീരാ നഷ്ടം തന്നെയാണ് ഇവർ എല്ലാവരും പറയുന്നത്. പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം കൂടുതലായിട്ടും മുൻതൂക്കം കൊടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ട് എന്നതടക്കം മല്ലികാർജുൻ ഖാർഗെ കൂട്ടിച്ചേർത്തു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരും ഈ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രംഗത്തെത്തിയിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയെ നയിച്ച പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഭരണഘടനയോടുള്ള കൂറ് അദ്ദേഹം എക്കാലവും കാത്തു സൂക്ഷിച്ചു. നരസിംഹറാവു ഗവൺമെന്റിൽ ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ഉദാരവൽക്കരണ നയങ്ങൾ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ അടിമുടി ഉടച്ചു വാർത്തു എന്നതടക്കമുള്ള അഭിപ്രായങ്ങളാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഒരു വിയോഗത്തിൽ ഓർത്തെടുക്കുന്നത്. നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അനുശോചിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സംഭാവനകൾ തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി തുടങ്ങി നിരവധി നമുക്ക് അദ്ദേഹത്തെ ഓർത്തെടുക്കുമ്പോൾ നിരവധി സംഭാവനകളാണ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിച്ച വ്യക്തിയാണ് ഇന്നേക്ക് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഭാരതത്തിൻ്റെ ഏറ്റവും മഹത്തായ പുത്രന്മാരിൽ ഒരാൾക്ക് ആദരാഞ്ജലികൾ എന്നാണ് രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗത്തിൽ കുറിച്ചിരിക്കുന്നത്. തനിക്ക് ഉപദേശകനും വഴികാട്ടിയുമാണ് നഷ്ടപ്പെട്ടത് എന്നാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. മൻമോഹൻ സിംഗിൻ്റെ ജീവിതം എന്നും പ്രചോദനമെന്ന പ്രിയങ്ക ഗാന്ധിയും അതേപോലെ തന്നെ ദീർഘദർശിയായ ഒരു നേതാവിനെ നഷ്ടമായെന്ന് മല്ലികാർജുൻ ഖാർഗെയും രേഖപ്പെടുത്തി. രാജ്യത്തിൻ്റെ തീരാ നഷ്ടമാണ് കേന്ദ്രമന്ത്രി JP നദ്ദ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഇത്തരത്തിലാണ് അദ്ദേഹത്തെ അനുശോചിക്കുന്നത്. നിരവധി രാഷ്ട്രീയ, സാമൂഹിക, കലാ, സാംസ്കാരിക രംഗത്തടക്കമുള്ള ആളുകൾ വലിയ രീതിയിലുള്ള അനുശോചനം, ഇദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടത്തെ ഇത്തരത്തിലെല്ലാമാണ് കാണുന്നത്. അതിര വൃന്ദ, സത്യസന്ധനായ ഒരു മനുഷ്യൻ, ആരോടും വിവേചനമില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കുള്ള ഒരു കടന്നുവരവ് എങ്ങനെയായിരുന്നു? തീർച്ചയായും അതിരാത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സാമ്പത്തിക രംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു സംഭാവനകളെ നമുക്ക് എന്നും ഓർത്തെടുക്കുകയാണെങ്കിൽ ഈ സാമ്പത്തിക രംഗത്ത് രാജ്യത്തെ തിളങ്ങി നിന്നവരിൽ പ്രമുഖനായിരുന്നെങ്കിലും ഈ ഒരു മൻമോഹൻ സിംഗ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കടന്നുവരവാണ് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയണം. 1991 കോൺഗ്രസ് രാജ്യത്ത് വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ പ്രധാനമന്ത്രിയാകാൻ നിയോഗം ലഭിച്ച ഈ ഒരു നരസിംഹറാവുവിൻ്റെ ായിരുന്നു ആ ഒരു സുപ്രധാന തീരുമാനം. തീർത്തും അപ്രതീക്ഷിതമായ ഒരു കടന്നുവരവാണ്. തീർച്ചയായും സാമ്പത്തിക രംഗത്തെ രാജ്യത്ത് ഏറ്റവും വലിയൊരു സംഭാവന നൽകാൻ തന്നെ നയിച്ച ഒരാളായി ഈ മൻമോഹൻ സിംഗ് വരുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ നിന്നാണ് മൻമോഹൻ സിംഗിൻ്റെ ആ ഒരു വരവ്. രാജ്യം കടുത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച ഒരു ഘട്ടത്തിൽ ഒരു വലിയൊരു പരിഷ്കാരങ്ങളില്ലെങ്കിൽ ഒരു പക്ഷേ തകർന്നു പോയേക്കാവുന്ന ഒരു നിലയിൽ ആണ് മൻമോഹൻ സിംഗിൻ്റെ ഒരു രാഷ്ട്രീയ വരവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പുതുതായി അധികാരമേറ്റ സർക്കാരിൽ ധനമന്ത്രിയായിട്ടായിരുന്നു ഈ 1991 നരസിംഹറാവു മൻമോഹൻ സിംഗിനെ
ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിക്കുന്നത്. അതിനു മുൻപ് റിസർവ് ബാങ്ക് ഗവർണറായി പ്രവർത്തിച്ചിരുന്നെങ്കിലും ഈ അദ്ദേഹം UGC ചെയർമാനായിരുന്നു. ഈ ധനമന്ത്രിയാകുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം എല്ലാ പദവികളെല്ലാം ഒഴിഞ്ഞ് അസമിൽ നിന്ന് രാജ്യസഭ അംഗമായി പാർലമെന്റിലേക്ക് എത്തുകയായിരുന്നു. ഇന്ത്യ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് മൻമോഹൻ സിംഗ് ധനമന്ത്രിയായി എത്തിയിരിക്കുന്നത്. ഈ ഒരു സാമ്പത്തിക മേഖലയുമായി ഏറെ അടുത്തു നിൽക്കുന്ന ഈ ഒരു മൻമോഹൻ സിംഗിന് ഈ നമ്മുടെ ഇന്ത്യയെ സാമ്പത്തികമായി രക്ഷിക്കാൻ ഏറെ സാധിച്ചു എന്ന് വേണം തന്നെ പറയാൻ. കൂടാതെ തന്നെ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന ഈ ഒരു ഇന്ത്യയെ മൻമോഹൻ സിംഗ് ധനമന്ത്രിയായി എത്തിയ സമയത്ത് ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കണ്ടത്. അന്ന് രാജ്യത്തെ ധനക്കമ്മി GDP-യുടെ 8% വിദേശ നാണ്യശേഖരം കഷ്ടിച്ച് 2 ആഴ്ചത്തെ ഉപയോഗത്തിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ നിലയിലെല്ലാം തന്നെ ഇന്ത്യയെ വലിയൊരു കൈത്താങ്ങായി ഇന്ത്യയെ കൂടെ നിർത്തി ഇന്ത്യയെ പിടിച്ചുയർത്തിയ ഒരു രാഷ്ട്രീയ രംഗത്തടക്കം ഒരു പ്രമുഖനായിരുന്നു ഈ മൻമോഹൻ സിംഗ്. നിലവിൽ നിരവധി സേവനങ്ങളും അദ്ദേഹത്തിൻ്റെ ബഹുമതികളും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവർത്തന ഫലത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നിരവധി പദവികൾ അലങ്കരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ഭാരതീയ റിസർവ് ബാങ്ക് ഗവർണറായി 1982 മുതൽ 1985 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഭാരതീയ റിസർവ് ബാങ്ക് ഗവർണറായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ 1985 മുതൽ 1987 വരെയുള്ള അദ്ദേഹത്തിന്റെ ഒരു കാലയളവിൽ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ 1991 മുതൽ 96 വരെയുള്ള ഒരു സമയത്ത് ഇന്ത്യൻ ധനകാര്യമന്ത്രിയായി പ്രവർത്തിച്ചു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയായി 2005 മുതൽ 2006 വരെയുള്ള കാലയളവിൽ അദ്ദേഹം ഈ ഒരു പദവി വഹിച്ചിരിക്കുന്നു. ഇന്ത്യൻ ധനകാര്യമന്ത്രിയായി പിന്നീട് 2012 2008 മുതൽ 2012 വരെയുള്ള കാലയളവിൽ അദ്ദേഹം ഇന്ത്യൻ ധനകാര്യമന്ത്രിയായി പ്രവർത്തിച്ചിരിക്കുന്നു. കൂടാതെ 2004 മുതൽ 2014 വരെയുള്ള 10 വർഷക്കാലത്തേക്ക് അദ്ദേഹം പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നു. ഇന്ത്യയെ പടുത്തുയർത്തുന്നതിൽ സുപ്രധാനമായ ഒരു പങ്ക് വഹിച്ച ഒരു നേതാവ് കൂടിയാണ് ഈ മൻമോഹൻ സിംഗ്. ആസൂത്രണ കമ്മീഷൻ ചെയർമാനായി 2004 മുതൽ 2014 വരെയുള്ള കാലയളവിലും അദ്ദേഹം പ്രവർത്തിച്ചു. ഇതേ കൂടാതെ തന്നെ നിരവധി പദവികൾ വഹിച്ച് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക രീതിയിലാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു മേഖലയിൽ പടുത്തുയർത്തിയ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന് നിരവധി ബഹുമതികളടക്കം ലഭിച്ചിട്ടുണ്ട്. വേൾഡ് സ്റ്റേറ്റ്മാൻ അവാർഡ് ലോകത്തിനെ സ്വാധീന ശക്തിയുള്ള 100 വ്യക്തികളിൽ ഒരാളായി അദ്ദേഹത്തെ 2005 ഉയർത്തിയിരിക്കുന്നു. ഔട്ട്സ്റ്റാൻഡിംഗ് പാർലമെന്റേറിയൻ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകളും ബഹുമതികളും അന്താരാഷ്ട്ര അംഗീകാരങ്ങളടക്കം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് മൻമോഹൻ സിംഗ്.